ഇറാന്റെ ലവാൻ ദ്വീപ് യു എ കൊണ്ട് ആക്രമിപ്പിച്ച് കീഴടക്കാനുള്ള ശ്രമം അമേരിക്ക ആരംഭിച്ചു. മുൻപ് ഇതിനൊരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ കൈവശത്തുള്ള ലവാൻ ദ്വീപ് പിടിച്ചെടുത്താൽ ഹോർമുസുമായി ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും എന്നതിനാൽ യു എ കൊണ്ട് ആക്രമിപ്പിക്കുക എന്നുള്ള ഒരു കുരുട്ട് തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പ്രയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിഷയം ഔദ്യോഗികപരമായിട്ട് തന്നെ ദി ടെലഗ്രാഫ് ഡെയിലിയും ദി ജെറുസലേം പോസ്റ്റും ഇതിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടും അമേരിക്കയുടെ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ചിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് താല്പര്യമില്ല. പകരം യു എ കൊണ്ട് അല്ലെങ്കിൽ യു എയുടെ സൈന്യത്തെ കൊണ്ട് ആ പ്രവൃത്തി നടത്തിപ്പിക്കുകയും ആയുധപരമായിരിക്കുന്ന സഹായങ്ങൾ അമേരിക്ക ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇത്തരം പ്രവൃത്തിക്ക് യു എ തയ്യാറാവുന്നില്ലെങ്കിൽ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സൈനിക സേവനങ്ങൾ അല്ലെങ്കിൽ സൈനിക സഹായം പിൻവലിക്കും എന്നൊരു ഭീഷണിയും ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്ക യു എയോട് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലവാൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ പ്രധാന ഓഫ് ഷോർ ഓയിൽ എക്സ്പോർട്ട് ഹബ്ബാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു ദ്വീപാണ് എന്നതിനാൽ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഇറാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ ദ്വീപ് വല്ലാത്ത രീതിയിൽ ഇറാന് സഹായിക്കുന്നുണ്ട്. ഇവിടെ റിഫൈനറി സ്റ്റോറേജ് ടാങ്കുകൾ, ടാങ്കർ ലോഡിംഗ് ഫെസിലിറ്റി എന്നിവയെല്ലാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇത് പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം എണ്ണ കയറ്റുമതിക്ക് വലിയ ആഘാതം അവർക്കുണ്ടാക്കും ഇറാന്. അങ്ങനെ ആ സമയത്ത് സാമ്പത്തികപരമായ ഒരു തകർച്ച ഉണ്ടാവും. രാജ്യം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് വലിയ വിഘാതം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത ഞെരുക്കമുണ്ടാകും എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. ലവാൻ ദ്വീപ് ഓർമുസിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ സൈനിക നിയന്ത്രണം കിട്ടുകയാണെങ്കിൽ ഇറാനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇറാൻ്റെ സ്വാധീനം കുറക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. എല്ലാ സമയത്തും നിരീക്ഷണം നടത്താൻ വേണ്ടി ഈ ദ്വീപിൻ്റെ നിയന്ത്രണം കയ്യിലൊതുക്കുകയാണെങ്കിൽ നടക്കും എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മനസ്സിലാക്കുന്നത്. നേരിട്ട് അമേരിക്ക സൈന്യം ഈ വിവരം യു എ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് സൈനികപരമായിരിക്കുന്ന സഹായം തങ്ങൾ പിന്നാമ്പുറം ചെയ്തു തരും, നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യണം എന്ന് യു എയോട് നേരിട്ട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്ന് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. ഈ ദ്വീപ് പിടിച്ചെടുക്കപ്പെട്ടാൽ നാവിക വ്യോമ മേഖലയുടെ സാന്നിധ്യം ഇറാൻ കുറക്കാനും വേണ്ടിയിട്ടും കാരണമാകും. കാര്യം ഇത് പിടിച്ചെടുക്കപ്പെട്ടാൽ പിന്നെ നിരന്തരം ഈ മേഖലയുടെ നിരീക്ഷണം അമേരിക്കയുടെ കൈവശത്തിൽ വരുന്നു എന്നതിനാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാകും എന്നവർ മനസ്സിലാക്കുന്നു. യു എ ഇത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഓരോരോ ചട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ അവർ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വല്ല കാരണവശാലോ യു എ ഇതിനെ സമ്മതിക്കാതിരിക്കുകയോ നിഷേധിക്കുകയോ അതിനുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്താൽ രണ്ടാം ഘട്ടത്തിൽ സൗദി അറേബ്യയും ബഹ്റൈനെയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു. അവർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ റൂട്ട് മാപ്പാണ് അത് പറയുന്നത്. ഇനി സൗദി അറേബ്യയും ബഹ്റൈനും ഈ കാര്യത്തിന് അമേരിക്കയുമായിട്ട് സഹകരിക്കാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ യു എൻ സഭ കൊണ്ടോ നാറ്റോ കൊണ്ടോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ എന്നിവ ഇടപെടിച്ചുകൊണ്ട് ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അത് യു എൻ എന്ന് പറഞ്ഞ ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നത് പുതിയൊരു പ്രമേയം കൊണ്ടുവരിക യു എൻ സഭയിൽ. ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിരന്തരം ഈ ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട ഓർമുസിൻ്റെ വിഷയം മാത്രമാണ് അവിടെ സംസാരിക്കുക. ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നിയന്ത്രണം ഉണ്ടാകുന്നത് കൊണ്ട് ലോകാടിസ്ഥാനത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പെട്രോളിയം കിട്ടാതെ വരുന്നു. ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആഗോളതലത്തിൽ മുറിവേറ്റിരിക്കുന്ന ഒരു പ്രധാന വിഷയമായിട്ട് ഓർമുസ് മാറിയിരിക്കുന്നു എന്നതിനാൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരിൽ നിന്ന് ഓർമുസ് പിടിച്ചെടുക്കാൻ വേണ്ടി അനുമതി നൽകണം എന്നുള്ള കാര്യത്തിൽ ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുക. അതിന് രാജ്യം പിന്തുണ നൽകണം. എന്നാൽ ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ ഒരു രാജ്യവും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ പിന്തുണയ്ക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് അമേരിക്ക അതിലും പെട്ടിരിക്കുകയാണ്. പിന്നീട് അവർ രണ്ടാം ഘട്ടത്തിലും ആലോചിക്കുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് യു എയുടെ സഹായമാണ്. യു എ സഹായിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തൽ അതായത് യു എൻ സഭയുടെ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട റഷ്യയുടെ പത്രം ഈ വിഷയത്തെ വിശദീകരിച്ചു കൊണ്ട് ഒരു റിപ്പോർട്ട് തന്നെ എഡിറ്റോറിയൽ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇത്തരം ഒരു പ്രമേയം യു എനിൽ വന്നാൽ തീർച്ചയായിട്ടും അതിനെ
ഈ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ പരാജയപ്പെടുത്തും, റഷ്യയും ചൈനയും പരാജയപ്പെടുത്തും. അതുകൊണ്ട് അത് UN സഭയിൽ നിന്ന് പാസ്സാവില്ല. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നിലവിലെ സാഹചര്യത്തിൽ ഇറാനെതിരെ നിലനിൽക്കില്ല. പല ഘട്ടത്തിലും പല തരത്തിലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളോട് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ സഹായിക്കണം, കപ്പലിനയക്കണം, യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണം, സൈനിക രാജ്യം തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ആരും മുഖവിലേക്ക് പോലും എടുത്തിട്ടില്ല. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നുള്ള മറുപടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അടുത്ത് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വർഷാന്തം അവർക്കായിട്ട് പ്രഖ്യാപിക്കുന്ന ബജറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യാണ്, ഇനി അവർക്ക് സാമ്പത്തികപരമായ ഒരു സഹായം നൽകില്ല എന്ന തരത്തിലൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും യൂറോപ്യൻ രാജ്യങ്ങൾ വീണ് പോയിട്ടില്ല. എന്തിനാണ് തങ്ങൾ ഒരു രാജ്യത്തെ ശത്രുവാക്കി മാറ്റുന്നത്? പ്രത്യേകിച്ച് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുകയും മുറിവേൽക്കുകയും ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവരെ ശത്രുവാക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങളും പ്രതിരോധങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തങ്ങൾ അതിന് തയ്യാറല്ല എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ജർമ്മനി തന്നെ ആ നിലപാട് പറഞ്ഞു. ജർമ്മനിക്ക് കുറച്ച് ഇളക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ജർമ്മനിയെ സമ്മതിച്ചിട്ടില്ല, ഫ്രാൻസ് സമ്മതിച്ചിട്ടില്ല, ഇറ്റലി സമ്മതിച്ചിട്ടില്ല. ഒരു യൂറോപ്യൻ രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാടിനോട് സഹകരണം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. UAE നിന്ന് ഇത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ UAE നിന്ന് ഈ പറയപ്പെട്ട ലെവാൻ ദ്വീപിലേക്കാണ് ഏറ്റവും കുറേ 90 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു അകലം മാത്രമാണ് ഈ ദ്വീപും UAE തമ്മിലുള്ള. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം UAE തന്നെയാണ്. ഇത് ഇനി നമ്മൾ ഓർമുസിൻ്റെത് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ലെവാൻ ദ്വീപിൽ നിന്ന് ഓർമുസിലേക്ക് 150 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ പകുതി മാത്രമേ UAEയിലേക്കുള്ളൂ. അപ്പോൾ UAE ആണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യം. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയാനുള്ള കാര്യം. ഈ മേഖലയിൽ അമേരിക്കയുടെ വ്യോമാക്രമണം, ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അമേരിക്ക ഏത് തരത്തിലാണ് ആക്രമിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചെറിയ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വ്യോമാക്രമണമാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ UAEയിലേക്ക് അകത്ത് അമേരിക്കയുടെ സൈനിക എയർബേസുകളുണ്ട്. ആ എയർബേസിൽ നിന്ന് വിമാനം ഉയർന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ UAE ആണ് ചെയ്യേണ്ടത്. ഇവരെന്ത് ചെയ്യുക, പിന്നാമ്പുറം സഹായിക്കും. സംഭവം അമേരിക്ക തന്നെയാണ് ചെയ്യുക, പേര് UAEൻ്റെ കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ അവിടെ നിന്നാണ് വ്യോമാക്രമണം എന്ന് പറയുന്ന സമയത്ത് UAEയുടെ തെക്കൻ ഗൾഫ് എയർബേസിൽ നിന്ന് ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക. ഇതിനാണ് സാധ്യതകൾ പറയുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ചിട്ട് മിസൈൽ ആക്രമണം നടത്തുക. അങ്ങനെ 2-3 കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിരിക്കുന്ന സൈനിക സാന്നിധ്യം നിലവിൽ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. 1000-ലധികം സൈനികർ നിലവിൽ അവിടെ ഉണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൽ അവരുടെ റിപ്പോർട്ട് ഇറാൻ നൽകിയ മറുപടിയുടെ ഭാഗത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കോസ്റ്റൽ ആൻറ്റി ഷിപ്പ് മിസൈൽ അവർ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആയുധങ്ങളുടെ ലിസ്റ്റ് തന്നെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഷോർട്ട് ആൻഡ് മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ അവിടെ 100-ലധികം ഉണ്ട്. ആംഡ് ഡ്രോൺസ് ഉണ്ട്, ഫാസ്റ്റ് അറ്റാക്ക് ബോട്ട്സുകളുണ്ട്, റഡാർ അല്ലെങ്കിൽ സർവീലൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഇവയെല്ലാം അവിടെ കൂട്ടി തന്നെ അവിടെ നിലവിലുണ്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളൊന്നുമല്ല, 10-20ഓളം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കവച്ച് വെച്ചുകൊണ്ട് ഈ മേഖല വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കടൽ വളരെ അവർ പ്രതീക്ഷിച്ച തരത്തിലൊക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇറാൻ ആക്രമിച്ച അതിനേക്കാൾ ഭയാനകരമായിരിക്കും ഈ മേഖല തൊട്ട് കളിച്ചാൽ അവർക്കുണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കുന്നു. ലെവാൻ ദ്വീപ് പൗരാണിക കാലത്ത് തന്നെ ഇറാൻ്റെ ഭാഗമാണ്. അത് ദ്വീപാണ്, അത് ചുറ്റുഭാഗം കടലാണ്. കരയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കുറഞ്ഞൊരു ഭാഗം മാത്രമേ കരയുമായിട്ട് ബന്ധപ്പെട്ട്, ബാക്കിയെല്ലാം കടലാണ്. അങ്ങനെയാണ് അതിൻ്റെ റൂട്ടുകളൊക്കെ. അതിൻ്റെ രീതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് ലെവാൻ ദ്വീപ് എന്ന് പറയുന്ന നീളം 23 കിലോമീറ്ററാണ് നീളം കണക്കാക്കുന്നത്. ചെറിയ ദ്വീപാണ്. വീതി 4 മുതൽ 5 കിലോമീറ്റർ വരെ, ചില ഭാഗത്ത് 4, ചില ഭാഗത്ത് 5. അതാണ് ആകെ വിസ്താരം നോക്കുന്ന സമയത്ത് 80 ചതുരശ്ര കിലോമീറ്ററാണ് ടോട്ടലായിട്ട് അതുള്ളത്. കടൽ ദ്വീപാണ്. അതിൻ്റെ സമീപ രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: UAE, തൊട്ടടുത്ത രാജ്യം, പിന്നീട് ഖത്തർ, സൗദി അറേബ്യ, ബഹ്റിൻ. ഈ രാജ്യങ്ങളാണ് അതിലുള്ളത്. ഇറാനുമായിട്ടുള്ള ബന്ധിപ്പിക്കുന്നത് ഒരു കടലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓർമുസ് കടലാണ് ഇതിൻ്റെ അതിർത്തി പങ്കിടുന്ന കടലിടുക്ക് ഇറാനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്നും പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഈ മേഖലയിൽ നിന്ന് ഓർമുസ് കടലിലേക്ക് 100 മുതൽ 150 കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ കടൽ പിടിച്ചടക്കുകയോ കീഴടക്കുകയോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുന്നേറ്റം യുദ്ധവുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, UAE ഇത്തരം കഠിനമായിരിക്കുന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരിക്കലും സഹകരിക്കില്ല എന്നുള്ളതാണ്. അത്തരം സഹകരണം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകരമായിരിക്കും. അത് അമേരിക്കക്കൊന്നും താങ്ങാൻ വേണ്ടി സാധിക്കില്ല, അമേരിക്ക പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല.
ഇറാൻ്റെ ഭൂമി തേടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ഏതെങ്കിലും ഒരു ദേശം തേടിക്കൊണ്ട് ഏതെങ്കിലും രാജ്യം വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് എത്തുമെന്ന കാര്യം സംശയമില്ല. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുമിച്ച് തന്നെ യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ പറ്റാത്ത, അല്ലെ കീഴടക്കാൻ പറ്റാത്ത ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റു ലോക രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സില്ലിയാണ് എന്നുള്ള കാര്യം കൃത്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുരുട്ടായിരിക്കുന്ന എന്തൊക്കെയോ തന്ത്രങ്ങളും പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഇറാനെ വശത്താക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക എത്രയോ മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.